വൈ മാജിക്കിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് വൈ നോട്ട് എന്നുള്ള ഒരു ഉപയോഗം. ഇതിന് അതേ എന്നുള്ള ഒരു അർത്ഥമുണ്ടോ? അത് ശരിയാണോ? നമുക്ക് നോക്കാം ഉദാഹരണത്തിലൂടെ. വൈ നോട്ട് ഒരർത്ഥത്തിൽ ഉപയോഗിക്കുന്നത് വാട്ട് ഈസ് ദ റീസൺ ഫോർ, എന്തുകൊണ്ടാണ്, അതിൻ്റെ കാരണം എന്താണ് എന്നുള്ള ഒരർത്ഥം മനസ്സിലാക്കാൻ വേണ്ടി വൈ നോട്ട് ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, എ എന്നുള്ള ഒരാൾ പറയുകയാണ് ഐ ഡോണ്ട് ലൈക്ക് ജ്യൂസ്, ഞാൻ ജ്യൂസ് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അതിന് മറുപടിയായി ബി എന്ന ആൾ ചോദിക്കാൻ വൈ നോട്ട്, നീ എന്തുകൊണ്ടാണ് ജ്യൂസ് ഇഷ്ടപ്പെടാത്തത് എന്നുള്ള അർത്ഥത്തിൽ വൈ നോട്ട് ഉപയോഗിക്കാറുണ്ട്. ഇനി യെസ് എന്നുള്ള ഒരർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്, അതേ എന്നുള്ള ഒരർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. ബിക്കോസ് ദർ ഇസ് നോ റീസൺ ടു സേ നോ. അവിടെ നോ എന്ന് പറയാനുള്ള ഒരു കാരണമില്ല, ഒരു അവസരവുമില്ല. അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ യെസ് എന്നുള്ള ഒരർത്ഥത്തിൽ വൈ നോട്ട് ഉപയോഗിക്കാറുണ്ട്. ഒരു ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. വുഡ് യു ലൈക്ക് ടു പ്ലേ അനദർ ഗെയിം, മറ്റൊരു കളി കളിക്കാൻ നീ ഇഷ്ടപ്പെടുന്നോ? ഇപ്പോൾ ഒരു കളി കഴിഞ്ഞു, ഇനി മറ്റൊരു കളിയൂടെ കളിച്ചുകൂടെ എന്നുള്ളൊരർത്ഥത്തിലുള്ള ചോദ്യമാണ്. ഷുവർ, വൈ നോട്ട്, അതെ ഞാൻ കളിക്കാൻ തയ്യാറാണ് എന്നതിൻ്റെ അർത്ഥം. വൈ നോട്ട് എന്നതിൻ്റെ അർത്ഥം അവിടെ എന്തുകൊണ്ടാണ് എന്നോട് ചോദിച്ചത്, അല്ലെങ്കിൽ എന്താണ് മറ്റൊരു കളി എന്നൊരു അർത്ഥത്തിലല്ല അവിടെ ചോദിച്ചിരിക്കുന്നത്. ഞാൻ റെഡിയാണ്, ഞാൻ കളിക്കാൻ തയ്യാറാണ് എന്നുള്ളൊരർത്ഥമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഷോർട്ടാക്കി പറയുമ്പോൾ അതെ ഞാൻ റെഡിയാണ്, നമുക്ക് കളിക്കാം എന്നുള്ളൊരർത്ഥമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ നിങ്ങൾ സാധാരണ കൺഫ്യൂഷൻ ആവുന്ന ഒരു മേഖലയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം, വൈ നോട്ടിന് അർത്ഥം അതേ എന്നുള്ള ഒരർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിക്കപ്പെടുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് മറ്റു അധ്യായങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം. സീ ബൈ.